സോഷ്യൽ മീഡിയയിൽ നമ്മൾ ചെയ്യുന്ന വീഡിയോസ് ഏതൊക്കെ തരം ആളുകളിലേക്കാണ് എത്തുന്നത് എന്നൊന്നും പറയാൻ പറ്റില്ല. ഇന്ന് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായ ദിവസമാണ്. രാവിലെ എണീറ്റ് ആദ്യം പോയത് നമ്മുടെ ഗോഡൌണിലേക്കാണ്. 240x80 സൈസിൽ 15 തിക്നെസ് വരുന്ന സ്ലാബ് ടൈലുകളുടെ പുതിയ കളക്ഷൻ നമുക്ക് ഇന്നിവിടെ അൺലോഡ് ആവുന്നത്. ആദ്യത്തെ ഡിസൈൻ ഈ കാണുന്ന വുഡൻ ഫിനിഷിലും വുഡൻ ഡിസൈനിലും വരുന്ന 15 തിക്നെസ് ഉള്ള ടൈലുകളാണ്. അതിനുശേഷം നമുക്ക് രണ്ട് പുതിയ വൈറ്റ് ഡിസൈൻസ് കൂടി ഈ കളക്ഷനിൽ നമുക്ക് പുതിയതായിട്ട് ആഡ് ആയിട്ടുണ്ട്. ഇതിന്റെ ഒത്തിരി പുതിയ കളക്ഷൻസ് വരാനുണ്ട്. ഈ ടൈലുകളുടെ എല്ലാം ഡീറ്റെയിൽഡ് വീഡിയോ ഉടൻ തന്നെ പാം ടൈൽസ് പാർക്കിന്റെ പേജിൽ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതാണ്. പുതിയതായി ഇറങ്ങിയ ടൈലുകളുടെ വീഡിയോ എടുത്തതിന് ശേഷം നമ്മൾ നേരെ പോയത് നമ്മുടെ വണ്ടി ഒന്ന് സർവീസിന് കൊടുക്കാനാണ്. വണ്ടി ആകെ വൃത്തികേടായിട്ട് ഇരിക്കുകയാണ്. നമുക്കിന്ന് കായംകുളം വരെ ഒന്ന് പോകാനുണ്ട്. അങ്ങനെ വണ്ടി സർവീസിന് കൊടുത്ത് നേരെ തിരിച്ച് ചെറുവട്ടൂർ ഷോറൂമിലേക്ക് വന്നു. ഇനിയാണ് ഞാൻ ആദ്യം പറഞ്ഞ അനുഭവം. നമ്മുടെ സോഷ്യൽ മീഡിയാസിലെ വീഡിയോ കണ്ടിട്ട് ഡയറക്ടർ ജൂഡ് ആന്റണി ജോസഫ് നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ആൾക്കൊരു ടൈലിന്റെ റിക്വയർമെന്റ് ഉണ്ട്, അതിനാണ് നമുക്ക് മെസ്സേജ് അയച്ചത്. ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഏതോ കോണിൽ നിന്ന് ചെയ്യുന്ന വീഡിയോസ് ഏതൊക്കെ തരം ആളുകളിലേക്കാണ് എത്തുന്നത് എന്ന് പറയാൻ പറ്റില്ല. പിന്നെ കുറച്ച് ഡെയിലി കാര്യങ്ങളൊക്കെ ചെയ്ത് ഞാൻ ഷോറൂമിൽ നിന്ന് ഇറങ്ങി. നമുക്ക് വൈകുന്നേരം ഒരു 5 മണിയാകുമ്പോഴേക്കും കായംകുളം എത്തണം. അപ്പോൾ ഒരു 1 മണിയാകുമ്പോഴെങ്കിലും വീട്ടിൽ നിന്ന് ഇറങ്ങിയാലാണ് അതിന് പറ്റുള്ളൂ. അങ്ങനെ നേരെ പോയി വണ്ടി സർവീസ് കഴിഞ്ഞ് അതും എടുത്ത് വീട്ടിൽ വന്ന് ബാഗൊക്കെ പാക്ക് ചെയ്ത് നേരെ കായംകുളത്ത് പോകാൻ ഇറങ്ങി. നമുക്ക് കായംകുളത്ത് നിന്നൊരു കല്യാണം ഉണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ ബാഗൊക്കെ പാക്ക് ചെയ്ത് പോകുന്നത്. പോകുന്ന വഴിക്ക് നമ്മുടെ വണ്ടിയിൽ കുറച്ച് ചാർജ് കുറവായിരുന്നു. അപ്പൊ ഏറ്റുമാനൂർ നിർത്തി കുറച്ചു നേരം വണ്ടി ഒന്ന് ചാർജ് ചെയ്തു. പിന്നെ നേരെ കോട്ടയം കടന്ന് ചങ്ങനാശ്ശേരിയിൽ നമ്മൾ സ്ഥിരം ചായ കുടിക്കുന്ന ഒരു സ്പോട്ട് ഉണ്ട്, അവിടെ നിർത്തി ഒരു ചായയും സ്നാക്സും കഴിച്ച് നേരെ കായംകുളത്തേക്ക്. ഏകദേശം 3.5-4 മണിക്കൂറത്തെ യാത്രയുണ്ട് ചെറുവട്ടൂരിൽ നിന്ന് കായംകുളം വരെ. 1 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി ഞാൻ 5 മണിയോടെ കായംകുളം എത്തി. വീട്ടിലെത്തി ഒന്ന് ഫ്രഷായി കല്യാണത്തിന് പോകാൻ റെഡി ആയിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇന്നത്തെ ദിവസത്തെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. കൂടുതൽ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.